ഹായ്, നമ്മൾ ഇന്നെടുക്കുന്ന ടോപ്പിക്ക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിനകത്തെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷനാണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ എടുക്കുമ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു റേഡിയോ വേവിനെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാ പറ്റും? ഒരു റേഡിയോ വേവിനെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ ഡയറക്ഷനിലും സ്പ്രെഡ് ആവുമ്പം ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്നാ പറ്റും? ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും, ഒരു ട്രാൻസ്മിറ്റർ റേഡിയേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. ലാർജ് ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ നമുക്ക് റിസീവർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന റേഡിയേറ്റ് ചെയ്യുന്ന പവറിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമായിരിക്കും നമുക്ക് റിസീവർ കിട്ടുന്നത്. സോ നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന റേഡിയോ വേവ്സ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ലാർജ് ഏരിയയിലേക്ക് സ്പ്രെഡ് ഔട്ട് ആവും. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് പറ്റും? ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ നമ്മളൊരു റിസീവറിൻ്റെ അവിടെ നോക്കിയാൽ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമായിരിക്കും നമുക്ക് റിസീവിങ് ആൻറ്റിനയിൽ കിട്ടുന്നത്. സോ പ്രോമിനൻറ്റ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഏതൊക്കെയാണ്? പ്രോമിനൻറ്റ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വേവ് ഓർ സർഫസ് വേവ് പ്രൊപ്പഗേഷൻ ഉണ്ട്, സ്കൈ വേവ് ഓർ അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ ഉണ്ട്, ദെൻ സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ഉണ്ട്. സോ പ്രോമിനൻറ്റ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വേവ് അല്ലെങ്കിൽ സർഫസ് വേവ് പ്രൊപ്പഗേഷൻ ഉണ്ട്. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ്റെ വേറൊരു പേരാണ് സർഫസ് വേവ് പ്രൊപ്പഗേഷൻ. സ്കൈ വേവ് അല്ലെങ്കിൽ അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ ഉണ്ട്, സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ ഉണ്ട്. ഇനി എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഓർ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഓസിലേഷൻസിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. എന്താ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഓസിലേഷൻസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? ലൈറ്റിൻ്റെ വെലോസിറ്റി നമുക്കെല്ലാം അറിയാം, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ലൈറ്റിൻ്റെ വെലോസിറ്റി ഫ്രീ സ്പേസിൽ. അപ്പോൾ എന്താ ഈ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്? ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മാഗ്നറ്റിക് ഓർ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എക്സിസ്റ്റ്. ഫ്രീ സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണത്തില്ല, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കാണത്തില്ല. നോ സോളിഡ് ബോഡീസ് ഓർ അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആർ എക്സിസ്റ്റിംഗ്. സോളിഡ് ബോഡീസും കാണത്തില്ല, അയണൈസ്ഡ് പാർട്ടിക്കിൾസും കാണത്തില്ല. അപ്പോൾ ഫ്രീ സ്പേസിൻ്റെ പ്രത്യേകത എന്താ? ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിൽ മാഗ്നറ്റിക് റേഡിയേഷൻ കാണത്തില്ല, അല്ല മാഗ്നറ്റിക് ഫീൽഡ് കാണത്തില്ല, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കാണത്തില്ല, സോളിഡ് ബോഡീസോ അയണൈസ്ഡ് പാർട്ടിക്കിൾസോ കാണത്തില്ല. അങ്ങനെയുള്ള സ്പേസിനെയാണ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണെന്നാണ് പറഞ്ഞത്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്? അതായത് ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഓസിലേഷൻസിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഫ്രീ സ്പേസിൽ. അപ്പോഴാണ് നമ്മൾ ഫ്രീ സ്പേസ് എന്താണെന്ന് പറഞ്ഞത്. ഫ്രീ സ്പേസ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇല്ല, സോളിഡ് ബോഡീസ് ഇല്ല, അതുപോലെ അയണൈസ്ഡ് പാർട്ടിക്കിൾസും ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് ഫ്രീ സ്പേസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഓസിലേഷനാണ്? അതെന്ന് പറയുന്നത് മൂവിങ് ഫീൽഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ് ആണ്. മൂവിങ് ഫീൽഡ്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താ? ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഇത് രണ്ടും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന അല്ലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഓസിലേഷൻസ് ആണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിന് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് നേച്ചറാണ്. എന്താ ഈ ട്രാൻസ്വേഴ്സ് നേച്ചർ എന്ന് പറഞ്ഞാൽ? അതായത്
ഓസിലേഷൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓസിലേഷൻസ് വേവ്സിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോളറൈസേഷൻ എന്താണെന്നാണ്. എന്താ പോളറൈസേഷൻ? നമ്മളിപ്പോൾ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു എർത്ത് ആണ് അതിൻ്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു എർത്ത് ആണ് വേവിൻ്റെ പോളറൈസേഷൻ. എന്താണ് വേവിൻ്റെ പോളറൈസേഷൻ? ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു എർത്ത് ആണ് ഒരു വേവിൻ്റെ പോളറൈസേഷൻ. ഇപ്പം എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓറിയൻറ്റേഷനാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് എർത്തിന് പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എർത്തിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ അതിനെ വെർട്ടിക്കലി പോളറൈസ്ഡ് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് എർത്തിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ വെർട്ടിക്കലി പോളറൈസ്ഡ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇനിഷ്യൽ പോളറൈസേഷൻ ആരാ തീരുമാനിക്കുന്നത്? ഇനിഷ്യൽ പോളറൈസേഷൻ തീരുമാനിക്കുന്നത് ആൻറ്റിനയുടെ ഓറിയൻറ്റേഷൻ ആണ്. ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൻറ്റിനയുടെ ഓറിയൻറ്റേഷൻ ഏതാണോ അതാണ് ഇനിഷ്യൽ പോളറൈസേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മുടെ ആൻറ്റിന വെർട്ടിക്കൽ ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് വെർട്ടിക്കലി പോളറൈസ്ഡ് ആയിരിക്കും. നമ്മുടെ ആൻറ്റിന വെർട്ടിക്കൽ ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് വെർട്ടിക്കലി പോളറൈസ്ഡ് ആയിരിക്കും. നമ്മുടെ ആൻറ്റിന ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ആയിരിക്കും. സോ വാട്ട് ഈസ് പോളറൈസേഷൻ? നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓറിയൻറ്റേഷൻ എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഉള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓറിയൻറ്റേഷനെയാണ് നമ്മൾ വേവിൻ്റെ പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എർത്തിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് വെർട്ടിക്കലി പോളറൈസ്ഡ് ആയിരിക്കും. ഇനി ഒരു വേവിൻ്റെ പോളറൈസേഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ആരാണ്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിനയുടെ ഓറിയൻറ്റേഷനാണ് വേവിൻ്റെ പോളറൈസേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻറ്റിന വെർട്ടിക്കലി പ്ലേസ് ചെയ്തേക്കുന്ന ആണെങ്കിൽ അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് എങ്ങനെയായിരിക്കും? അത് വെർട്ടിക്കലി പോളറൈസ്ഡ് ആയിരിക്കും. ആൻറ്റിന ഹൊറിസോണ്ടലി ആണ് പ്ലേസ് ചെയ്തേക്കുന്നതെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഹൊറിസോണ്ടലി പോളറൈസ്ഡ് ആയിരിക്കും. വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സ്പെരിക്കൽ ആയിരിക്കും. വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്പെരിക്കൽ ആയിരിക്കും. ഇനി ഒരു വേവ് യൂഷ്വലി എന്ത് ചെയ്യും? അതിൻ്റെ പോളറൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. വേവ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ പോളറൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇനിഷ്യലി എങ്ങനെയാണോ അത് ജനറേറ്റ് ചെയ്തത് ആ പോളറൈസേഷൻ ആ വേവ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സ്പെരിക്കൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്താൽ റിസീവിങ് ആൻറ്റിനയിലോട്ട് റീച്ച് ചെയ്യുന്നത് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ നമ്മൾ പറഞ്ഞു. അപ്പം പ്രോമിനൻറ്റ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഏതൊക്കെയാണ്? പ്രോമിനൻറ്റ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഗ്രൗണ്ട് വേവ് അല്ലെങ്കിൽ സർഫസ് വേവ് പ്രൊപ്പഗേഷൻ, ഗ്രൗണ്ട് വേവ് അല്ലെങ്കിൽ സർഫസ് വേവ് പ്രൊപ്പഗേഷൻ. രണ്ടാമത്തത് സ്കൈ വേവ് അല്ലെങ്കിൽ അയണോസ്ഫിയറിക് പ്രൊപ്പഗേഷൻ. മൂന്നാമത്തെ ആണ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ. ഇനി നമുക്ക് ഓരോ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷനായിട്ട് നോക്കാം. ഇനി നമുക്ക് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ പഠിക്കുന്നതിന് മുമ്പ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ആ ഒരു റേഞ്ച്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പം അതിൽ എന്തൊക്കെ വരും, ഓരോന്നിൻ്റെ ഒരു ഫ്രീക്വൻസി റേഞ്ച് നമുക്കൊന്ന് നോക്കണം. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ പറയുമ്പം റേഡിയോ വേവ്സ് നമ്മൾ പറയുമ്പോഴത്തേക്കും അതിനകത്ത് 10⁵ ഹെഡ്സിന് താഴെ 10⁵ ഹെഡ്സിലും ഫ്രീക്വൻസി കുറവാണെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസി കുറയുന്ന അനുസരിച്ച് വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പം 10⁵ ഹെഡ്സിനും താഴെയാണെങ്കിൽ, അതായത് 10⁶ ഹെഡ്സിന് താഴെയാണെങ്കിൽ നമ്മളവരെ ലോങ് വേവ്സ് എന്നാണ് വിളിക്കുന്നത്. 10⁶ ഹെഡ്സിന് താഴെയാണെങ്കിൽ ലോങ് വേവ്സ് എന്ന് വിളിക്കും. ഇനി 10⁸ മുതൽ 10⁻10 ഹെഡ്സ് വരെ, 10⁸ അതിന് മുകളിലേക്ക് 10⁸ മുതൽ, അപ്പം 10⁸ നമുക്കൊരു അറൗണ്ട് ഫ്രീക്വൻസി പറയാം. 10⁸ അറൗണ്ട് ആണെങ്കിൽ അത് നമ്മൾ റേഡിയോ വേവ്സ്, അതുപോലെ TV ട്രാൻസ്മിഷൻ, റേഡിയോ ആൻഡ് TV ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ളതാണ് 10⁸ അറൗണ്ട് വരുന്ന വേവ്സ്. അപ്പം അവരെയാണ് നമ്മൾ റേഡിയോ വേവ്സ് എന്ന് മെയിനായിട്ട് പറയുന്ന അവരെയാണ് 10⁸ അറൗണ്ട് വരുന്ന വേവ്സ്, 10⁸ ഹെഡ്സിന് അറൗണ്ട് വരുന്ന വേവ്സ്. മൈക്രോവേവ്സ് ആണെങ്കിലോ, മൈക്രോവേവ്സ് ഒരു 10⁻10 മുതൽ 10⁻11 ഹെഡ്സ് വരെയാണ് മൈക്രോവേവ്സ്. 10⁻10 മുതൽ 10⁻11 ഹെഡ്സ് വരെയാണ് മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. 10⁻11, 10⁻12, 10⁻10 മുതൽ 10⁻12 ഹെഡ്സ് വരെയാണ് മൈക്രോവേവ്സ് എന്ന് പറയുന്നത്.
ഇനി ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പം അറൗണ്ട് 10⁻13 to 10⁻14 ഹെഡ്സ് ആണ്. 10⁻13 ഹെഡ്സ് മുതൽ 10⁻14 ഹെഡ്സ് വരെയാണ് ഇൻഫ്രാറെഡ്. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? 10⁻6 താഴെയാണെങ്കിൽ ലോങ് വേവ്സ് ആണ്. 10⁻8 അറൗണ്ട് ആണ് റേഡിയോ വേവ്സ് ആൻഡ് വേവ്സ് ഫോർ TV ട്രാൻസ്മിഷൻ. 10⁻10 മുതൽ 10⁻12 വരെയൊക്കെയാണ്. 12 ആ റേഞ്ചിലാണ് മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. 10⁻14 ആവുമ്പം അത് IR ആയി. 10⁻15 തൊട്ട് താഴെയാണ് ആരെന്ന് പറയുന്നത്? വിസിബിൾ സ്പെക്ട്രം. നമ്മുടെ വിസിബിൾ സ്പെക്ട്രം 10⁻15 തൊട്ട് താഴെയാണ്. 10⁻16 ആവുമ്പം അൾട്രാവയലറ്റ്. 10⁻16 ഹെഡ്സ് ആണ് അൾട്രാവയലറ്റ് എന്ന് പറയുന്നത്. 10⁻18 ആണ് എക്സ്റേ. 10⁻18 ഹെഡ്സ് ആണ് എക്സ്റേ. അതുപോലെ ഗാമാറേ എത്രയാണ്? 10⁻20. 10⁻20 ഹെഡ്സ് ആണ് ഗാമാറേ എന്ന് പറയുന്നത്. അതിനും മുകളിലുള്ള ഫ്രീക്വൻസി ലൈക്ക് 10⁻22 ഹെഡ്സ് ഒക്കെയാണ് ഷോർട്ട് വേവ്സ് അല്ലെങ്കിൽ കോസ്മിക് റേസ് ഒക്കെ വരുന്നത്. ഷോർട്ട് റേസും കോസ്മിക് റേസും ഒക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ 10⁻6 ഹെഡ്സിൽ താഴെയാണെങ്കിൽ ലോങ് വേവ്സ്. 10⁻8 അറൗണ്ട് 10⁻8 ആണ് റേഡിയോ വേവ്സും TV ട്രാൻസ്മിഷന് വേണ്ടിയുള്ള വേവ്സും ഒക്കെ. അതായത് ഒരു 50 മെഗാഹെഡ്സ് മുതൽ 1000 മെഗാഹെഡ്സ് വരെയുള്ള റേഞ്ചാണ് ഈ പറയുന്നത്. ഇനി മൈക്രോവേവ്സ് എത്രയാ? 10⁻12 ആണ്. 10⁻14 ആകുമ്പോൾ IR ആയി. 10⁻15 അടുത്താണ് വിസിബിൾ സ്പെക്ട്രം. 10⁻16 ആകുമ്പം അൾട്രാവയലറ്റ് റേസ് ആയി. 10⁻18 ആകുമ്പം എക്സ്റേ വരും. 10⁻18 ആകുമ്പം എക്സ്റേ വരും. 10⁻20 ആകുമ്പം ഗാമാറേ വരും. പിന്നെ 10⁻22 ആ റേഞ്ചാണ് കോസ്മിക് റേസും ഷോർട്ട് വേവ്സും ഹൈ ഫ്രീക്വൻസി വേവ്സും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ നോക്കാം. താങ്ക്